കർണാടകയിലെ മുഖ്യമന്ത്രി തർക്കം സമവായത്തിലേക്ക് ഡി.കെ. ശിവകുമാറുമായി അഭിപ്രായ ഭിന്നതയില്ലെന്ന് സിദ്ധരാമയ്യ. ഭിന്നത ഉണ്ടെന്നത് ബി.ജെ.പിയുടെ പ്രചാരണമെന്നും സിദ്ധരാമയ്യ. കോൺഗ്രസ് സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഡി.കെ. ശിവകുമാറും പറഞ്ഞു. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, നിലവിൽ പ്രധാന തർക്കമെന്ന് പറഞ്ഞാൽ ഡി.കെ. ശിവകുമാർ മുന്നോട്ട് വെച്ചത് 2.5 വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് നൽകണമെന്നായിരുന്നു. അതിൽ ഹൈക്കമാൻഡ് പറഞ്ഞത് ശിവകുമാർ അനുസരിച്ചോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മനസ്സിലാക്കിയത് സിദ്ധരാമയ്യ മാത്രമാണ് ഈ ശിവകുമാറുമായി അഭിപ്രായ ഭിന്നത ഇല്ലെന്ന് പറഞ്ഞതും ഭിന്നത ഉണ്ടെന്ന് ബി.ജെ.പിയുടെ പ്രചരണമെന്നും സിദ്ധരാമയ്യ മാത്രമാണ് പറഞ്ഞത്. ശിവകുമാർ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ചുള്ള അവകാശവാദം തൽക്കാലം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞോ? എന്താണ് വിവരങ്ങൾ? സിജു, തീർച്ചയായിട്ടും 1 മാസത്തോളം നീണ്ടുനിന്ന അധികാര തർക്കമാണ് ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിക്കാഴ്ച നടത്തണമെന്ന് ഇരു നേതാക്കളും അത്തരത്തിലൊരു കൂടിക്കാഴ്ച രാവിലെ നടത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഡി.കെ. ശിവകുമാർ സിദ്ധരാമയ്യയുടെ വസതിയിലേക്ക് എത്തുകയും തുടർന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുകയും അതോടൊപ്പം തന്നെയാണ് കൂടിക്കാഴ്ച നടന്നതും. എന്തായാലും കൂടിക്കാഴ്ചയിൽ സമവായത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെ ഇരു നേതാക്കളും സംയുക്തമായി മാധ്യമപ്രവർത്തകരെ കാണുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടിയത് ഇരുവരും തമ്മിൽ, അതായത് ഡി.കെ. ശിവകുമാറുമായി തനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, ഇരുവരും ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്, അതോടൊപ്പം ഹൈക്കമാൻഡ് നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും പ്രധാനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് ജയിച്ച് അധികാരത്തിൽ വരിക എന്ന് തന്നെയാണ് പ്രധാനം. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നതാണ് സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം ഡി.കെ. ശിവകുമാറും ചൂണ്ടിക്കാട്ടിയത് ഇരു നേതാക്കളും ഒരുമിച്ച് പ്രവർത്തിക്കും എന്ന് തന്നെയാണ്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മാത്രമായിരിക്കും മുന്നിൽ കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കും, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റും, ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമായിരിക്കും അനുസരിക്കുക. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡ് പറയുകയാണെങ്കിൽ ദില്ലിയിലേക്ക് എത്തി കൂടിക്കാഴ്ച നടത്തും എന്നതുൾപ്പെടെയാണ് ഇപ്പോൾ ഡി.കെ. ശിവകുമാറും മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. എന്തായാലും ഈ ഒരു അധികാര തർക്കത്തിൽ ഡി.കെ. ശിവകുമാർ അയയുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു, ശരി. വിഷ്ണു തലവൂരാണ് കർണാടകത്തിലെ അധികാര തർക്കം സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. തൽക്കാലം കർണാടകത്തിലൊരു സമവായത്തിലേക്ക് വന്നിരിക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വിഷ്ണു തലവൂർ പങ്കുവച്ചത്.